വ്യതിരിക്തമായ വിഷയങ്ങൾ കൗതുകകരമായ ആഖ്യാന വിശേഷത്തോടെ അവതരിപ്പിക്കുന്നു എന്നതാണ് ബിജു CP-യുടെ ചെറുകഥകളുടെ പ്രത്യേകതകളിൽ ഒന്ന്. ചരക്ക്, പെലയസ്ഥാനം, കപ്പിത്താൾ, കുത്തിക്കൊലയുടെ കലാരഹസ്യങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാകുന്നു. ചിരികളി പാതിരി എന്ന പേരിൽ ബിജു CP എഴുതിയ കഥയാണ് ഇത്തവണ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് നാടകമായി അവതരിപ്പിക്കുന്നത്. കഥയെ അതേപടി പകർത്തുകയല്ല, സ്വതന്ത്രമായ അനുകൽപ്പനത്തിന് വിധേയമാക്കുകയാണ്. ഒരുപക്ഷെ സമീപനങ്ങളും ഉന്നങ്ങളും വരെ മാറി മറിയുന്നു. ഈ അർത്ഥത്തിൽ അനുകൽപ്പന വൃത്തിയെ വിവർത്തനം, ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുകയുമാവാം. വിവർത്തനങ്ങളെ പുനർജന്മങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് വാൾട്ടർ ബെന്യാമിനാണ്. ഈ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് വിവർത്തനങ്ങളെ അവതാരങ്ങൾ എന്ന് ഡോക്ടർ സ്കറിയ സക്രിയ വിശേഷിപ്പിക്കുന്നു. ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യം നിറവേറ്റാനുണ്ട് എന്നതാണ് ഈ രൂപകാത്മക പ്രയോഗത്തിൻ്റെ ഭംഗിയും സവിശേഷതയും. അങ്ങനെ ബിജുവിൻ്റെ ചിരികളി പാതിരി ഇവിടെ കിഴക്കൻ ഷെൽഫിലെ പുസ്തകങ്ങളായി അവതാരപ്പിറവിക്കൊള്ളുന്നു. സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ മുൻ വർഷങ്ങളിലെ നാടകങ്ങളിൽ നിന്ന് പല രീതിയിലും വ്യത്യസ്തത പുലർത്തുന്നു ഈ നാടകം. കാഴ്ചയ്ക്കപ്പുറം സംഭാഷണങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സംരചന. അതുകൊണ്ട് കണ്ണുകളെന്ന പോലെ കാതുകൾ കൂർപ്പിക്കാനും അഭ്യർത്ഥിച്ചുകൊണ്ട് നാടകം സമാരംഭിക്കുന്നു. കിഴക്കൻ ഷെൽഫിലെ പുസ്തകങ്ങൾ. തീമേശയുടെ നടുക്കിരിക്കുന്ന കാർന്നോരെ, അതിന്റെ ഇടത്തും വലത്തുമായിട്ടിരിക്കുന്ന ഈ പിള്ളേർ സെറ്റുകളെയും കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കുടുംബ സംഘമാണെന്ന് തോന്നും. ഇല്ലയോ? ഇല്ലയോ? എന്താലേ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടു പരിചയിച്ച മട്ടിലുള്ള ഒരു ഫാമിലി മീറ്റ് അല്ലിത്. എന്നാൽ അങ്ങനെയാണെന്ന് വേറൊരു തരത്തിൽ പറയുകയും ചെയ്യാം. അല്ല, ഞാൻ എന്നതൊക്കെ ഈ ആലോചിച്ച് കൂട്ടുന്നേ. ഇങ്ങനെ കാര്യം പറയാതെ കഥ പോലെ കാര്യം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോട്ടെ. എന്നാ അങ്ങനെ പറയുന്നതാണ് ഇത് ഞാൻ വലിയ ഭക്തിയോ ഇല്ല. അതുകൊണ്ട് നമുക്ക് കഥ വിട്ട് കാലത്തിലോട്ട് അങ്ങോട്ട് വരാം. എന്നാ? അല്ല, നിങ്ങൾക്ക് ഇരിക്കുന്ന കാരണവര് ആരാന്ന് മനസ്സിലായോ? ഇല്ലേ? എനിക്കറിയാം. ഇതാണ് സ്കറിയ സക്കറിയ. ആ, സ്കറിയ സക്കറിയ. മലയാള ഭാഷ പണ്ഡിതൻ, അധ്യാപകൻ, ഗവേഷകൻ. ഇദ്ദേഹം ഈ അടുത്തിടെ ജർമ്മനിയിലോട്ട് ഒരു യാത്ര പോയി. അവിടുത്തെ ട്യൂബിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പോയതാ. എന്നതിനാന്നോ? മഹാനായ ഹെർമൻ ഗുണ്ടർട്ടില്ലേ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥശേഖരം കണ്ടെത്താൻ. അത് കണ്ടെത്തി മാത്രമല്ല, അതെല്ലാം പകർപ്പുകളാക്കി ഇങ്ങോട്ട് കൊണ്ടുപോരുകയും ചെയ്തു. അതെല്ലാം ഇവിടുത്തെ ലൈബ്രറി തന്നെ വിവിധ ചാക്കുകളിലും കവറുകളിലും ഒക്കെ ആയിട്ട്
നമ്പറിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുവാ. ഇപ്പൊ കുറച്ചു കാലമായി അതിന്റെയൊക്കെ പഠനത്തിലും ഗവേഷണത്തിലുവാ അദ്ദേഹത്തിന്റെ ശ്രദ്ധ. എന്തോ അല്ലേ? ഇതൊക്കെ എനിക്കെങ്ങനെ മനസ്സിലായി എന്നല്ലയോ നിങ്ങളിപ്പോ ആലോചിക്കുന്നേ? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മേരിക്കും, ഒരു പാലാക്കാരി നസ്രാണത്തി, വേറെ ഒരു ഭാര്യ അല്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാ ജർമ്മനിയിലോട്ടൊക്കെ പോയത്. ഞാൻ എൻ്റെ ബാങ്കിലെ ജോലിയൊക്കെ രാജിവെച്ച് ഇപ്പം മുഴുവൻ സമയം അദ്ദേഹത്തിന്റെ കൂടെ ഗവേഷണത്തിന് സഹായിക്കണം. പിന്നെ ഒരു കാര്യം, ഈ ഇരിക്കുന്നവരാരും ഞങ്ങളുടെ മക്കളോ ബന്ധുക്കളോ ഒന്നും അല്ല കേട്ടോ. പക്ഷെ ഇവരെല്ലാരും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളാ, ഗവേഷകർ, പാതിവന്ത ഡോക്ടർമാര്. ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയ പിന്നെ കളിയായി, ചിരിയായി, ഭക്ഷണമായി, പിന്നെ കാര്യമായി, പഠനമായി, ഗവേഷണമായി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്നാ ഈ പരമ്പരാഗത വേഷത്തിലെന്ന്. ഇല്ലയോ? അതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഞാൻ വരുവാ. ശരി എന്നാ. അറിയോ ഈ പുസ്തകം തെരഞ്ഞ് നടക്കുന്നു? ആ യൂണിവേഴ്സിറ്റി ലൈബ്രറി തെരഞ്ഞ നേരം കൊണ്ട് ഇവിടെ വന്ന് തെരഞ്ഞാ മതി. മിക്കവാറും മാറ്റേണ്ടി വരും. ശരിയാ, ബുക്കെല്ലാം ഉണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി പോലും ഇതൊരു കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടില്ല. അതൊന്ന് ശരിയാക്കി തരാൻ എത്ര തവണയായിട്ട് നമ്മൾ പറയുക. എന്നാ വർഷാവർഷം ലൈബ്രറി ഫീസ് കൂട്ടുന്നതിന് മാത്രം യാതൊരു കുറവുമില്ല. അത് ശരിയാ. ഹലോ, അതെ, രാകേഷാണ്. ഷോർട്ട് ഫിലിമോ? 2 ദിവസം. ഗ്രന്ഥങ്ങളുടെ ഒരു മാസ്മരിക ലോകം. ഇത് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയ എന്റെ തീസിസ്. മാഷിന് വെട്ടിക്കളയാനുള്ള സാധനം. ഇതിനൊന്നും നിർത്തിയിട്ട് പോകാറായില്ലേ? പറയായല്ലോ. ഓ, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. അല്ലേ 10-15 കൊല്ലായാലും ഇതിപ്പോ തുടങ്ങിയിട്ട് ഇതെന്താ തീരാത്തെ? നോക്കൂ ന്യൂ അഡ്മിഷൻ, നമ്മൾ ഈ ഗഹനമായ വിഷയങ്ങളെ പറ്റി ഗഹനതയോടെ പഠിക്കുമ്പോ അതിന് കുറച്ച്
ഗഹനതയൊക്കെ വേണല്ലോ. അതിന് സമയമൊക്കെ എടുക്കും. ക്ഷമ വേണം, നല്ല ക്ഷമ. അതെ അതെ. എടാ, ആ നമുക്കേ ഒരു 3-4 വർഷത്തിനുള്ളിൽ തീർക്കണം. അത്ര ഒന്നും വേണ്ട ഗോപി. ഏറിപ്പോയാ ഒരു 2 കൊല്ലം, മാക്സിമം 2.5. അതിനുള്ള പുഷ്പം പോലെ തീർക്കാം. എന്നാ പിന്നെ നാളെ തന്നെ വെച്ചിട്ട് പോടായേക്കാം. ആ, ലക്ഷ്മി, കിട്ടിയോ? ആ ബുക്ക് കിട്ടി, പക്ഷേ ഫെല്ലോഷിപ്പ് കിട്ടിയില്ല. അല്ല, കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു ബുക്ക് വാങ്ങാൻ പോലും അത് തികയില്ല. അത് നേരാ. ആ, മുകേഷ് ഏട്ടാ, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? തീസീസ് ഒക്കെ എഴുതി മറിച്ചെന്ന് തോന്നുന്നു. ഓ, മാഷിനെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള സൈക്കോളജിക്കൽ കം അക്കാഡമിക് മൂവ്. അതേതായാലും നന്നായി. പക്ഷേ മേരിക്കുട്ടി ആന്റി നിങ്ങളുടെ ചെവിക്ക് പിടിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടവലങ്ങാത്തോരം വരെ ആ പാവം തയ്യാറാക്കി വെച്ചിരുന്നു. അതെല്ലാം ഞങ്ങൾ കഴിക്കേണ്ടി വന്നു. എടി കൊച്ചേ, ഇതിനകത്ത് തീസീസ് മണ്ണാങ്കട്ടിയൊന്നും ഇന്നലെ ഒരു സമരം ഉണ്ടായിരുന്നു. അതിന് പോയപ്പോൾ കൊണ്ടുപോയ ഒരു ഉടുതുണി അവിടെ നിർത്തി. പിന്നെ ഗവേഷണം, അതൊക്കെ അതിൻ്റെ വഴിക്കാണ്. ഗവേഷണമായാലും എന്തു തന്നെ ആയാലും ഭൗതിക സാഹചര്യങ്ങളൊന്നും ഉണ്ടല്ലോ, അത് അനുകൂലമായെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. ആ പറഞ്ഞ നേരാ. പക്ഷേ സമരം ചെയ്ത കാര്യങ്ങൾ അനുകൂലമാകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായത് സമരം ചെയ്തിട്ട് തന്നെയാണ്. കുറച്ചു കാലം മുമ്പ് നമുക്കിങ്ങനെ കൂടിയിരിക്കാൻ കഴിയുമായിരുന്നു? ഇത്രയും പെൺകുട്ടികൾ പഠിക്കാൻ പോയിരുന്നോ? നീ അതൊക്കെ പോട്ടെ, എന്നെ പോലൊരു സാധാരണക്കാരൻ പഠിക്കാൻ പോയിട്ട് വഴി നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതൊക്കെ നേടിയെടുത്തതേ പ്രതികരിച്ചും പ്രതിവചിച്ചും തന്നെയാണ്. എന്ന് കരുതി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളതല്ല. ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഈ ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും ചിലർ മാത്രം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ചില ജാതീയമായ പ്രശ്നങ്ങൾ. ഓ, എന്റെ മുകേഷ് ഏട്ടാ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അവസാനം ജാതിയിൽ ചെന്ന് നിൽക്കും. ജാതി 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 കേട്ട് കേട്ട് മടുത്ത്. അവളെ ഗോപികെ, ഈ ജാതി, മതം, വർഗം, ലിംഗം ഇതൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങളാണ്. ഈ TKC വടുതലയുടെയും C അയ്യപ്പൻ്റെയും ഒക്കെ കഥകളുണ്ട്. അതൊക്കെ കഥകളായി തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ ഒരു പന്തികളുണ്ട്. നമ്മുടെ സ്കറിയ മാഷും ഹാരിസ് മാഷും സനൽമോഹ മാഷും എപ്പോഴും ഇത് പറയാറില്ലേ? അതൊന്നും വെറും പറച്ചിലുകളല്ല. നമ്മൾ ഗവേഷകരെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ? മുകേഷ് ഏട്ടാ, നമ്മൾ അതൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? നമ്മൾ ഈ പലരുടെയും വിഷയം തന്നെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ? എടാ സാനന്ദേ, ആ കാര്യങ്ങൾ വെറുതെ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. അത് നിങ്ങളെ മാറ്റിമറിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. വിഷയം നിങ്ങളെ തൊടുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ദാ ഈ ബുക്ക് ഷെൽഫ് പോലെ അറിവുകൾ നിറഞ്ഞ പുസ്തകങ്ങളാണ് ഈ ഷെൽഫുകൾ നിറയെ ഇരിക്കുന്നത്. എന്നാൽ ഈ ഷെൽഫുകളെ ഇതേതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ കഴിഞ്ഞ കൊല്ലം നമ്മളെല്ലാവരും കൂടെ കൂടി പ്രിൻസ് ഐമനത്തിൻ്റെ ഒരു കഥ നാടകമാക്കി. 6ാമത്തെ വിരലെന്ന പേര്. നല്ല കഥ, നാടകം അതിഗംഭീരം. പക്ഷേ അതിലവതരിപ്പിച്ച ജാതീയമായ ചില പ്രശ്നങ്ങൾ അതെത്ര പേർ ഉൾക്കൊണ്ടു എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. അതെ, ഗവേഷകർക്കെല്ലാം ഒരു ആത്മപരിശോധന ആകാം. ആ ഇതിലെ വണ്ടി എടാ അപ്പു, നീയായിരുന്നു? അടങ്ങടാ അടങ്ങടാ. സ്കറിയ സക്കറിയ കരിക്കമ്പള്ളി ഹൗസ് പെരുന്നാപ്പിയോ ചങ്ങനാശ്ശേരി പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റാക്കാൻ നീ നേരം നീ നിന്നെ വണ്ടി ഓഫ് ചെയ്ത്. ഓ, ഞാനതങ്ങ് മറന്നു. പെട്രോളിനൊക്കെ ഇപ്പൊ എന്താ വില? എടാ അപ്പു, നിനക്കിന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നടാ? സ്കൂളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് പോയില്ല. ആ നിങ്ങളൊക്കെ ഇന്ന് ഇവിടെ കൂടുവന്നേ
എനിക്കറിയായിരുന്നു. അതിന് നിനക്കെന്നാടാ കാര്യം? എനിക്കൊരു ഡോക്ടറാണ്, PhD ഡോക്ടർ. എടാ, 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 അതിന് നീ ആദ്യം സ്കൂളിൽ പോടാ. ഓടടാ. പോടാ. ഇവരെ മെരുക്കാനേ ആ മേരിക്കുട്ടി ആന്റിയെ കൊണ്ടേ പറ്റൂ. മേരിക്കുട്ടി ആന്റി ഒന്ന് ശ്രദ്ധിക്കും. നീ പോയില്ലേ? വണ്ടി എടുക്കില്ല. ഒന്ന് സൂക്ഷിച്ചോണേ, ചെക്കന് വലിയ ബ്രേക്കൊന്നുമില്ല. അതെ, ഊണ് കഴിഞ്ഞാലേ സാറിന് മയക്കം പതിവാന്ന് അറിയാലോ. അതും ഈ പുസ്തകങ്ങളിലൊക്കെ മണം എടുത്ത് തന്നെ ഉറങ്ങണം. ഓരോ ശീലങ്ങളെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് എടുത്ത് ആ വരാന്തയിലോട്ട് പോക്കോ. അവിടെ ഇരുന്ന് വായിക്കോ പഠിക്കോ എന്നാന്ന് വെച്ചാൽ ചെയ്യാലോ. പുറത്ത് എണീച്ചെങ്കിൽ വരുമ്പോഴേക്കും ഇതുവരെ വായിച്ചത് പഠിച്ചതൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണ്ടായോ? ഇല്ല, അവിടെ ഇവിടെ ഉണ്ട്. ആ ഇവിടെ മാനേ രാകേഷ്, ആ കസേരയും കെടുത്തിട്ടോടെ. എന്നാ പഴം എടുക്കാൻ പറഞ്ഞു. പഴം എന്താ കർത്താവേ. പിന്നെ തൃപ്തികരമായിട്ടല്ല ചെയ്തേക്കുന്നെങ്കിൽ ആർക്കും പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിട്ട് തരുവേല. പിന്നെ ആന്റി എന്നെ വിളിച്ചോണ്ടത് ആരും എന്റെ പറയാന്ന് വന്നിട്ടില്ല. കഴിഞ്ഞ തവണ എല്ലാവരും കൂടിയപ്പോൾ പേപ്പർ വായിക്കാൻ സമയം കിട്ടായിരുന്നു നിനക്കില്ലയോ? അതുകൊണ്ട് ഇപ്രാവശ്യം നീ തന്നെ ആദ്യം വായിക്കും. നീ റെഡിയല്ലയോ? വായിക്കണം കേട്ടോ. റിസർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുഞ്ഞുകളിയാണ്. PG ഒക്കെ കഴിഞ്ഞ് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഒന്ന് റിസർച്ചിന് ചെയ്യും. പണ്ട് ഈ 6th കഴിഞ്ഞ് ടൈപ്പിന് പോകുമായിരുന്നു. അതുപോലെ ഗവേഷണത്തിൽ ചേരുമ്പോൾ വലിയ ഉത്സാഹമാണ്. ഉടനെ അങ്ങ് മലമറിക്കുമെന്നാണ് വിചാരം. പക്ഷേ കുറേ കഴിയുമ്പോൾ മലയില്ല മരവും ഇല്ല. പോയില്ല രാകേഷ്, അവൻ്റെ കൂട്ട് പോകേണ്ടി വരും. ഷോർട്ട് ഫിലിമും വെബ് സീരീസും ഒക്കെ ആയിട്ട്. ഏതായാലും വൈകിട്ട് പേപ്പർ വായിക്കുമല്ലോ, അപ്പോൾ തീരുമാനിക്കാം റിപ്പോർട്ടും പ്രോഗ്രസ്സും ഒക്കെ. എടാ, ഇവിടെ ഒന്നും ആരും ഇല്ലയോടാ? ആരെങ്കിലും ഒരാളെങ്കിൽ വന്ന്. നീ കൊച്ചേ സുമിയേ, ജോസഫേ, അജു ഉണ്ടോടാ അവിടെ? ആരെങ്കിലും വന്ന്. എന്താ മാഷേ വിളിച്ചോ? നീയായിരുന്നു. നീയേ ആ ഹെർമനസയുടെ സിദ്ധാർത്ഥ ഇങ്ങെടുക്കും. സിദ്ധാന്തം അല്ല, സിദ്ധാർത്ഥ. എങ്ങോട്ടാ പോകുന്നത്? അതെന്തുവാന്ന് നിനക്കറിയാവോ? അത് നോവലാടാ. നോവൽ എവിടെയാ വെക്കുന്നത്? ആ റാക്കിലല്ലേ? അവിടെ പോയി നോക്ക്. മറന്നുപോയി മാഷേ. 3ാമത്തെ റോയില് 4ാമത്തെ പുസ്തകം. നിനക്ക് വായിക്കാൻ അറിയാമോ പേരൊക്കെ? മാഷേ പലതവണ വായിച്ചിട്ടുണ്ടെങ്കിലും ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ അനുഭവമാണ്. Siddhartha, in the shade of the house, in the sunshine of the riverbank near the boats, in the shade of the salwood forest, in the shade of the fig tree is where Siddhartha grew up, the handsome son of the Brahman, the young falcon together with his friend Govinda, son of a Brahman.
The sun tanned his light shoulders by the banks of the river when bathing, performing the sacred ablutions, the sacred offerings. In the mango grove, shade poured into his black eyes when playing as a boy, when his mother sang, when the sacred offerings were made, when his father the scholar taught him, when the wise men taught. For a long time, Siddhartha had been partaking in the discussions of the wise men, practicing debate with Govinda, practicing with Govinda the art of reflection, the service of meditation. He already knew how to speak the Om silently, the word of words, to speak it silently into himself while inhaling, to speak it silently out of himself while exhaling. With all the concentration of his soul, the forehead surrounded by the glow of the clear thinking spirit. He already knew to feel Atman in the depths of his being, indestructible, one with the universe. ഉറക്കമാണോ? സായിപ്പ് അല്ലേ, വിളിച്ചേക്കാം. മാഷി സ്കറിയ മാഷി, മാഷിയെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു സായിപ്പ, ജർമ്മൻകാരനാണെന്നാ പറഞ്ഞേ. പക്ഷേ പോയിട്ട് അല്പം ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. അതെ ഞാൻ മാഷിനെ വിളിക്കാൻ വന്നത്. ജർമ്മൻകാരനോ? അതെ. വരാൻ പറ. നമസ്കാരം. നമസ്കാരം. നല്ല തെളിഞ്ഞ മലയാളം. ജർമ്മൻകാരനാന്ന് പറഞ്ഞിട്ട്? ജർമ്മൻകാരൻ തന്നെയാണ്, പക്ഷെ ഞാൻ മലയാളികളെ പോലെ മലയാളവും പറയും. ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പണ്ടാണത്, ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഹെർമൻ. കൊള്ളാം, ഗുണ്ടത്തിൻ്റെ അതേ പേര്. അല്ല, നിങ്ങൾ ഏത് കേസ് അന്വേഷിക്കാനാണ് ഇവിടെ വന്നത്? അതൊരു മാൻ മിസ്സിംഗ് കേസായിരുന്നു. ഇപ്പോഴും വന്നത് അതിനു വേണ്ടിയാ. അത് ശരി. അപ്പൊ ടൂറിസ്റ്റായി വന്ന ആരെങ്കിലും കേരളത്തിൽ വെച്ച് കാണാതായി? ഹേ, ടൂറിസ്റ്റ് ഒന്നുമല്ല, ഇതൊരു വലിയ കഥയാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, can I light a cigar? ഓക്കെ, നോ പ്രോബ്ലം. പ്രൊഫസർക്ക് വേണോ? നോ നോ, താങ്ക് യു. സത്യത്തിൽ കാണാതായതൊരു ജർമ്മൻ മിഷണറിയെയാണ്. ഒരു ജർമ്മൻ മിഷണറിയെ കേരളത്തിൽ കാണാതായത്? ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി കേട്ടിട്ടേ ഇല്ലല്ലോ. സത്യത്തിൽ അദ്ദേഹത്തെ കാണാതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് മിസ്സായത്. പ്രൊഫസർ, താങ്കൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു?
നിങ്ങളുടെ മലയാളത്തിന് ജർമ്മൻ ചുവയേക്കാൾ കൂടുതൽ മലബാർ ചുവയാണെന്ന് പറയുമായിരുന്നു. താങ്കൾ മലബാറിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം. 1720കളോടടുത്താണ് ആ ജർമ്മൻ മിഷണറി മലബാറിലേക്ക് വന്നത്. ജർമ്മൻ മിഷണറിമാർക്ക് മലബാറിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നല്ലോ. പ്രത്യേക താല്പര്യം. ആഫ്രിക്കയിലേക്കും മറ്റു വിദൂര രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഇവിടെ വരുമ്പോൾ നേരിടേണ്ടി വന്നില്ല. പ്രൊഫസർ, ഒരു കോഫി കിട്ടിയാൽ കൊള്ളാം. സോറി സോറി, ഞാൻ ആ കാര്യം മറന്നുപോയി. മേരിക്കുട്ടിയെ, ഒരു കോപ്പി എടുക്കണേ. പ്രൊഫസർക്ക് കോഫി വേണ്ടേ? ഞാൻ പിന്നെ കുടിച്ചോളാം. അല്ല, നിങ്ങൾ പറഞ്ഞു വന്നത് ആ മിസ്സായ മിഷണറിയെ പറ്റിയായിരുന്നു. റാംപാൻ വെയ്ഡ്, അതായിരുന്നു ആ മിഷണറിയുടെ പേര്. റാംപാൻ വെയ്ഡ്, ഒരു വല്ലാത്ത പേരാണല്ലോ. റാംപാൻ വെയ്ഡ്. അദ്ദേഹം ബോംബെ കടപ്പുറത്താണ് ആദ്യമായി കപ്പലിറങ്ങിയത്. അതിനുശേഷം കാശിയിലേക്ക് പോയി. പിന്നീട് 1 വർഷത്തോളം നോ ഐഡിയ. അതിനുശേഷം മംഗലാപുരത്തെത്തിയതായി രേഖകളുണ്ട്. മംഗലാപുരം, മാംഗ്ലൂർ. അക്കാലത്ത് മംഗലാപുരത്ത് ധാരാളം മിഷണറിമാർ തമ്പടിച്ചിരുന്നു. അവരായിരുന്നു ബാസൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. ഒരുപക്ഷെ ആ മിഷണറിമാരോടൊപ്പം ചേരാനായിരിക്കും നിങ്ങൾ പറഞ്ഞ പാതിരി മംഗലാപുരത്തെത്തിയത്. ശരിയല്ലേ? എക്സാക്ട്ലി. പക്ഷേ അദ്ദേഹം അവർക്കൊപ്പം അധികകാലം താമസിച്ചിട്ടില്ലെന്ന് തെളിവുണ്ട്. എന്നാൽ അതിനിടയിൽ തുളുവും കന്നഡയും ഏകദേശമൊക്കെ മനസ്സിലാക്കി. വടക്കേ ഇന്ത്യയിൽ നിന്ന് ഹിന്ദിയും പഠിച്ചു. അത് ശരി. അപ്പോൾ ഈ വിദ്വാൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ഭാഷകളും സ്വായത്തമാക്കിയിരുന്നു എന്ന് ചുരുക്കം. അല്ല മിസ്റ്റർ ഹെർമൻ, ഈ പാതിരിയുടെ സഞ്ചാരം, അയാളുടെ ബഹുഭാഷാ പാണ്ഡിത്യവുമൊക്കെ നിങ്ങൾ പറഞ്ഞ ഈ മിസ്സിംഗ് കേസുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആ കാര്യം എനിക്ക് തിരിയുന്നേ ഇല്ല. അപ്പോൾ ചരിത്രം കഥയ്ക്ക് വഴിമാറുകയാണോ? അല്ല പ്രൊഫസർ, കഥ ചരിത്രമായി മാറുകയായിരുന്നു. താങ്ക് യു മിസ്സസ് കറിയ. താങ്ക് യു. പ്രൊഫസർ, ഞാനിതിനിടയ്ക്ക് ഒരു രഹസ്യം ചോദിക്കട്ടെ. താങ്കൾ എന്തിനാണ് ജർമ്മനിയിലെ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്? അത് രഹസ്യമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഗുണ്ടർട്ട് രചിച്ച മലയാള ഭാഷാ നിഘണ്ടുവിന് നിർമ്മാണത്തിന് ഉപയോഗിച്ച ചില കുറിപ്പുകളും പുസ്തകങ്ങളും അദ്ദേഹം ജർമ്മനിയിലേക്ക് തിരിച്ചു പോയപ്പോൾ കൂടെ കൊണ്ടുപോയിരുന്നു. അത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഗ്രന്ഥശാലയിലുണ്ടെന്ന് ചരിത്രകാരനായ MGS നാരായണൻ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ പോയത്. അതോടൊപ്പം ഇന്ദുലേഖ എന്ന നോവലിൻ്റെ ആദ്യ പതിപ്പ് കണ്ടെടുക്കുക എന്ന ലക്ഷ്യവുമുണ്ടായി. 150 കൊല്ലം മുമ്പ് ഗുണ്ടർട്ട് സാഹിബ് ചാക്കിൽ കെട്ടി കപ്പലിൽ കൊണ്ടുപോയ കടലാസ് കെട്ടുകളും താളിയോലകളും അവിടുത്തെ ഗ്രന്ഥശാലയിൽ നിന്ന് ഞാൻ കണ്ടെടുത്തു. അതിൻ്റെ പകർപ്പുകൾ ഇപ്പം എൻ്റെ കൈവശമുണ്ട്. കപ്പലിൽ കൊണ്ടുപോയത് വിമാനത്തിൽ തിരികെ കൊണ്ടുപോയിരുന്നു. അതിൻ്റെ പേരുകൂടിയാണ് മിസ്റ്റർ ഹെർമൻ ചരിത്രമെന്നത്. കൊള്ളാം പ്രൊഫസർ, ആ പ്രയോഗം എനിക്ക് ഇഷ്ടമായി. കപ്പലിൽ കൊണ്ടുപോയത് വിമാനത്തിൽ തിരികെ. നിങ്ങൾ പറഞ്ഞു വന്ന് മുഴുവിപ്പിക്കും. എൻ്റെ റിസർച്ച് സ്കോളേഴ്സ് പേപ്പറുകൾ വായിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഷുവർ പ്രൊഫസർ. അതിനു മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന പാർസലുകളിൽ 18ാം നമ്പർ പുസ്തകക്കെട്ടുകൾ എനിക്കൊന്ന് കാണണം. 18ാം നമ്പർ പുസ്തകം
അതെന്തിനു നിങ്ങൾ കാണണം? ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അത് ശരിയാവില്ല. പ്ലീസ്. ശരി, കാണിക്കാം. പ്ലീസ്. പ്രൊഫസർ അകത്തു പോയി. നിങ്ങൾ പെട്ടെന്ന് വാ. ബെഞ്ചമിൻ, ജോൺ, നിങ്ങൾ പെട്ടെന്ന് വാ. നമുക്ക് സെർച്ചിങ് തുടരണം. ഫാസ്റ്റ്. Come on, ബെഞ്ചമിൻ. Go, ജോൺ. പെട്ടെന്ന് തിരികെ ഇപ്പോൾ വരും. പെട്ടെന്നാകട്ടെ. ചമ്പുക്കളും ആട്ടക്കഥകളും സന്ദേശകാവ്യങ്ങളും എല്ലാം സെർച്ച് ചെയ്യണം. ബെഞ്ചമിൻ, ഗോ. ജോൺ, ഗോ. ഹേ ബെഞ്ചമിൻ, ആരെങ്കിലും വന്നാൽ പൊട്ടിച്ചേക്കണം. ഏറ്റവും വലിയ ആയുധം പേനയാണ് മിസ്റ്റർ ബെഞ്ചമിൻ. Go, right and rewrite. കപ്പലിലെ കോളും കാറ്റും കപ്പലിലെ കേറി വന്ന് ബെഞ്ചമിൻ, വേഗം വിളിക്കാൻ നോക്ക്. ആരോ വരുന്നുണ്ട്. കേറി മണവാട്ടി കപ്പലിൽ മണവാളം കേറി ഏലായലോ 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 തിന്തക കപ്പലിലെ കോളും കാറ്റും തിന്തക പാട്ട് കൊണ്ട് പാവലിച്ച് മുത്ത് കൊണ്ട് ചീനായിട്ട് തത്തിന്തക വില്ലുസും പട്ടും പച്ച നിറം ചുവപ്പ് നിറം ചേലയുടപ്പ് ഓടിയ കപ്പലിൽ തേടിയ പോകും എല്ലാവരും സന്തോഷം സഭയിലും പാടും ഏലായലോ ഏലായലോ ഏലായലോ. നിങ്ങൾ ആരാണ്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ ആരാണ്? ഞാനൊരു യൂറോപ്യൻ, ജർമ്മൻ. പേര് ഹെർമൻ. ഞാൻ ഏഷ്യൻ, ഇസ്രായേലി, ജെറുസലേംകാരിയാണ്. പേര് ഒഫീറ ഗംലിയേൽ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അല്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന്. കേരളത്തിലെ ജൂതന്മാരുടെ ചരിത്രവും സംസ്കാരവും പഠിക്കുന്നു. ഗവേഷണം ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ. അതിനെന്നെ സഹായിക്കുന്നത് ഡോക്ടർ സ്കറിയ സക്രിയാണ്. എന്നെ മലയാളം പഠിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യ. ഐ മീൻ, he is my guru, teacher and co-guide. ഗവേഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹം എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിരുന്നു. ഭൂമുഖത്തൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് കയറി വന്നത്. എങ്കിൽ സിസ്റ്റർ പോയിട്ട് പിന്നെ വരൂ. സാർ ഇവിടെ ഇല്ലേ? സാർ ഇവിടെ ഉണ്ട്. ചില മാനുസ്ക്രിപ്റ്റ്സുകൾ സെർച്ചിങ്ങിലാണ് എനിക്ക് വേണ്ടി. It's okay, I can wait.
അത് കുറെ സമയമെടുക്കും സിസ്റ്റർ. ഇപ്പോൾ പോയി പിന്നെ വരൂ പ്ലീസ്. ഇതെന്താണ് പൂക്കൾ? ഇന്ന് സാറിന്റെ ബർത്ത്ഡേയാ, സമ്മാനിക്കാൻ വന്നതാ. വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. താങ്ക് യു. താങ്ക് യു. ബെഞ്ചമിൻ, പെട്ടെന്ന് വാ. പ്രൊഫസർ ഇപ്പോൾ വരും. അതിന്റെ മുമ്പ് സർച്ച് തീർക്കണം. ജോൺ, കം ഓൺ. ജോൺ, പെട്ടെന്ന് പോ. പ്രൊഫസർ വരുന്നുണ്ട്. ആ മുൻവശത്ത് കുറെ പുസ്തകങ്ങളുണ്ട്. എന്ത് ഡൗട്ട്സ് ഒന്നും എടുത്തോളാം. പെട്ടെന്ന് പോ. Go. മിസ്റ്റർ ഹെർമൻ, ഞാൻ ചില കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയട്ടെ. ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ താമസിച്ചിരുന്നത് കാൽവ് പട്ടണത്തിലായിരുന്നു. നല്ല തണുപ്പുള്ള ഒരു നനഞ്ഞ പ്രഭാതം. പുറത്ത് വിശറൻ കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. കാൽവ് കുന്നിൻപുറങ്ങളിൽ നേർത്ത മഴനാരുകൾ ചാഞ്ഞു പെയ്യുന്നത് ജനൽ ചില്ലകളിലൂടെ നോക്കിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു അതിഥി എന്നെ അവിടെ കാണാൻ വന്നത്. അയാളും ഒരു ജർമ്മൻകാരനായിരുന്നു. ഇതേ 18-ാം നമ്പർ പുസ്തകങ്ങളായിരുന്നു അദ്ദേഹവും അന്വേഷിച്ചത്. അയാളുടെ പേര് എന്നോട് പറഞ്ഞിരുന്നതാണ്, പക്ഷേ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. മുഖവും കൃത്യമല്ല. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഖഛായ നിങ്ങൾക്കുണ്ടോ എന്നൊരു സന്ദേഹം. അന്നവിടെ വന്നത് നിങ്ങളായിരുന്നു. ആവാം, ഒരുപക്ഷെ അല്ലായിരിക്കാം. രണ്ടിനും ഒരേ സാധ്യത. ടു ബി ഓർ നോട്ട് ടു. ഇതാ, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. ഇനി നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കും. ഷുവർ മൈ ഡിയർ പ്രൊഫസർ, ഷുവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രാംപാൻ വേഡൻ മിസ്സിംഗ് ആയ ആ പാതിരി. യെസ്, രാംപാൻ വേഡൻ. അദ്ദേഹം ജർമ്മനിയിലെ നല്ലൊരു നർത്തകനായിരുന്നു. ഇവിടെ വന്നിട്ടും അതിനൊന്നും ഒരു കുറവും വരുത്തിയില്ല. അദ്ദേഹം ഒരു മിഷണറിക്കും ചേരുന്ന രീതിയിലൊന്നുമല്ല പ്രവർത്തിച്ചിരുന്നത്. അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ചന്തകളിലും ഉത്സവങ്ങളിലും എല്ലാം കയറി ഇറങ്ങി. മലബാറിലെ തീരദേശങ്ങളിലൂടെയും ഉൾഗ്രാമങ്ങളിലൂടെയും സഞ്ചരിക്കുകയും സംസ്കൃതവും നാട്ടുഭാഷയും പഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇത്തരം നീക്കങ്ങൾ ജർമ്മനിയിൽ സ്വീകാര്യമായിരുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. ശരിയല്ലേ? ശരിയാണ് പ്രൊഫസർ, സ്വീകാര്യമായിരുന്നില്ല. ജർമ്മനിയിലെ മിഷൻ ആസ്ഥാനത്ത് അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ വന്നിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നിനും കാതു കൊടുത്തില്ല. അദ്ദേഹം ഒരു തനി മലബാറിയായി ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഭക്ഷണത്തിലായിരുന്നു കൂടുതൽ താല്പര്യം. യൂറോപ്യൻ ഭക്ഷണ രീതികളെല്ലാം അവസാനിപ്പിച്ച് റാംപാൻ ഒരു തനി മലബാറിയായി മാറി. അക്കാലത്തെ വിദേശികളുടെ മലബാർ ജീവിതം യൂറോപ്യൻ രീതികളോടോ മതധർമ്മങ്ങളോടോ ചേർന്നു പോകുന്നവയല്ലെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. തിന്നുക, കുടിക്കുക, സ്ത്രീ സേവ തരപ്പെടുത്തുക, ഭൂരിപക്ഷം വിദേശികളുടെയും ജീവിതവ്രതം ഇതൊക്കെ തന്നെയായിരുന്നു. വെരി വെരി കറക്റ്റ് മിസ്റ്റർ പ്രൊഫസർ കറിയ. ഗൗരവമില്ലാത്ത തമാശകൾ പറഞ്ഞു
ചിട്ടയില്ലാത്ത നൃത്തകലകൾ ചെയ്തു, നിറപ്പൊലിപ്പുള്ള പാട്ടുകൾ പാടി. അങ്ങനെ നമ്മുടെ കഥാപാത്രം മുന്നേറി. അങ്ങനെ റാംപാൻ വേടൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ചിരി കളി പാതിരിയായി. ചിരികളിപ്പാതി. ഭേഷ്. കൊള്ളാം. ചിരികളിപ്പാതി. ആ വിശേഷണം എനിക്കിഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ഇത്തരം വിശേഷണ പദങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളുടെ നാട്ടുകാർക്കൊരു പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. നിങ്ങൾ ആ നാടൻ പ്രയോഗത്തിൻ്റെ ഭംഗി ഒന്ന് നോക്കൂ മിസ്റ്റർ ധർമ്മൻ. നർമ്മം ഭാഷയുടെ മർമ്മമാകുന്ന അസുലഭ സന്ദർഭമാണ്. നർമ്മത്തെ പറ്റി തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. പലതരം നർമ്മങ്ങളിലും മുഴുകിയിരുന്നു നമ്മുടെ റാംപാൻ. ഇവിടെ നിന്നും കണ്ടെത്തിയ നിരങ്കുശമായ ജീവിത സമീപനങ്ങൾ യൂറോപ്പിലേക്ക് കയറ്റി അയക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഒരു പരിധിവരെ അതിലെല്ലാം അയാൾ വിജയിച്ചു. അങ്ങേക്കറിയാമല്ലോ യൂറോപ്പിൽ ആ കാലത്തുണ്ടായിരുന്ന ജീവിത സമ്പ്രദായങ്ങൾ എങ്ങനെയാണ്, എത്ര വേഗത്തിലാണ് മാറി മറിഞ്ഞതെന്ന്. ശരർമ്മൻ, നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചിട്ടും കാതലായ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. നീട്ടിപ്പറയുന്നതും കുറുക്കിപ്പറയുന്നതും വിവിധ സമ്പ്രദായങ്ങളാണെങ്കിലും നീട്ടിപ്പറയുന്നതിനും ഒരു ന്യൂക്ലിയസ് ആവശ്യമാണ്, അഥവാ കാതൽ. കാതലില്ലാത്ത വർത്തമാനങ്ങൾക്ക് കാതു കൊടുക്കാൻ തൽക്കാലം എൻ്റെ കയ്യിൽ സമയമില്ല. സോറി മിസ്റ്റർ. ഇല്ല പ്രൊഫസർ, ഞാൻ നീട്ടുന്നില്ല. ചുരുക്കി പറയാം. അതായത് റാംപാൻ പേര് ഇടക്കാലത്ത് കൂത്ത് എന്ന കലാവിദ്യ പഠിക്കാനായി ഒരു ക്ഷേത്ര തൊഴിലാളിയുടെ കൂടെ ചേർന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലെ കലാതൊഴിലാളി അദ്ദേഹത്തെ കളിയാക്കുകയും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു നാടോടി കഥ ഞാൻ കേട്ടിട്ടുണ്ട് മിസ്റ്റർ പ്രൊഫസർ സ്കറിയ. കലാതൊഴിലാളി, കളിയാക്കൽ, പുറത്താക്കൽ, നാടോടിക്കഥ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത് മിസ്റ്റർ ധർമ്മൻ? അതുതന്നെ പ്രൊഫസർ, കാതൽ പറഞ്ഞെന്നു മാത്രം. നിങ്ങളൊരു ഭാഷാ സമൂഹത്തിൻ്റെ വികാരങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന ഈ പാതിരി, മിഷണറി ആരാണെന്നാണ് പറഞ്ഞു വരുന്നത്? ക്ഷമിക്കണം പ്രൊഫസർ, ഞാൻ നിങ്ങളുടെ വികാരങ്ങളെ കളിയാക്കാനോ ചോദ്യം ചെയ്യാനോ വന്നതല്ല. കാണാതായ ഒരാളെ കണ്ടെത്താനുള്ള സാധ്യതകൾ തേടി ഇറങ്ങിയതാണ്. നിങ്ങൾ പാതി കളിച്ചു വെച്ച ഈ ചെസ് ബോർഡും ഇത് കാണുമ്പോൾ എനിക്ക് ചിലതെല്ലാം ഓർമ്മ വരുന്നുണ്ട് മിസ്റ്റർ പ്രൊഫസർ സ്കറിയ. നിങ്ങളുടെ ഭാഷയിൽ കാവ്യകൃതിയായ നളചരിതം രചിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞ ഈ മിസ്സിങ്ങുകൾ നടന്നിട്ടുള്ളത്. നളചരിതത്തിലെ മിസ്സിങ്ങുകളും കണ്ടെത്തലുകളും താങ്കളൊന്നും ഓർക്കണം. സാഹചര്യ തെളിവുകളെല്ലാം ഒപ്പിച്ചെങ്കിലും ആ നായകൻ സ്വന്തം ജീവിതത്തിലേക്കും രൂപത്തിലേക്കും തിരിച്ചു വരാൻ ഒരു മാന്ത്രിക പുതപ്പ് വേണ്ടി വന്നു മിസ്റ്റർ പ്രൊഫസർ സ്കറിയ. നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ മാന്ത്രിക പുതപ്പില്ലായിരുന്നെങ്കിൽ മിസ്സിംഗ് ആയ നായകനെ കണ്ടുകിട്ടില്ലായിരുന്നു എന്നാണ്. കൊള്ളാം ധർമ്മൻ. വ്യാഖ്യാനം മാത്രമല്ല, വളച്ചൊടിക്കലും ചരിത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർക്കുകയാണ്. നോക്കണം പ്രൊഫസർ, കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു ത്രൈവർണികന് നാട്ടുദേവതകളെയും പുരാണങ്ങളെയും കളിയാക്കാൻ സാധിക്കുമോ? അടുക്കളയുടെയും ചന്തയുടെയും ഭാഷയിൽ കവിതകൾ എഴുതുവാൻ സാധിക്കുമോ? ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത്. ഇനി നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയട്ടെ. പറഞ്ഞു നോക്കൂ പ്രൊഫസർ. നാട്ടുദേവതകളെയും പുരാണ കഥാപാത്രങ്ങളെയും പരിഹസിച്ച് ചിത്രീകരിക്കുകയും അടുക്കളയിലെയും ചന്തയിലെയും ഭാഷയിൽ കവിത എഴുതുകയും ചെയ്ത ആ കവിയുടെ ഏത് കവിത എടുത്ത് പരിശോധിച്ചാലും അവയൊന്നും ഒരു നാട്ടുകാരൻ്റെ നോട്ടപ്പാടിലുള്ളവയല്ല എന്ന്. ബാക്കി പറയൂ. പുറത്തുനിന്ന് വന്നൊരാൾ കേരളത്തെയും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത രീതിയെയും നോക്കിക്കാണുന്നതാണ് അതിലെ കാഴ്ചപ്പാട്. കൃത്യം, കൃത്യം.
ഷെർമൻ, രാംപാൻ വേടൻ എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോഴേ എനിക്ക് പന്തുകേട് തോന്നിയെന്നാണ്. പക്ഷേ അതിഥികളെ സംശയിക്കുന്ന പതിവ് നിങ്ങൾക്കില്ല. അഭയം ചോദിച്ചു വന്ന മാർ സാപ്പറീഷോയ്ക്കും ജോസഫ് റബ്ബാനും കരവഴിവ് വസ്തുക്കൾ നൽകിയും 72 അരജ പദവികൾ കൊടുത്തും സ്വീകരിച്ച ചരിത്രവും പൈതൃകവുമാണ് ഞങ്ങൾക്കുള്ളത്. കൊണ്ടുമാത്രമല്ല, കൊടുത്തുകൂടിയാണ് ഞങ്ങൾ വളർന്നത്. ഇപ്പോൾ നിങ്ങളാണ് പ്രൊഫസർ വഴി തെറ്റിപ്പോകുന്നത്. ഞാൻ കൃത്യമായ വഴിയിൽ കൂടെ തന്നെയാ പോകുന്നത്. രാംപാൻ വേടൻ ഭാഷയിലൂടെയും ഭാഷ കൊണ്ടും ഒളിപ്പിക്കാമെന്ന് കരുതി. രാംപാൻ വേടൻ, രാമപാണിവാദൻ. രാമപാണിവാദൻ അതായത് കുഞ്ചൻ നമ്പ്യാർ, നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. അതെ, നമ്പ്യാർ തന്നെ, കുഞ്ഞൻ നമ്പ്യാർ. കുഞ്ഞൻ നമ്പ്യാർ അല്ല സാഹിബേ, കുഞ്ചൻ നമ്പ്യാർ. ഇവിടെ താങ്കളുടെ പച്ച മലയാളം തെറ്റുന്നു. അല്ല, കാര്യമായി കുഞ്ചൻ നമ്പ്യാര് വെള്ളക്കാരനായ പാതിരിയാണ്. അതിന് നിങ്ങൾ കൊണ്ടുവന്ന യുക്തിയുള്ള രാംപാൻ വേടൻ. നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? സമ്പന്നമായ സംസ്കാരവും പൈതൃകവും ഉണ്ടെങ്കിലും ഞങ്ങളുടെ പൗരസ്ത്യരുടെ നിശബ്ദതയ്ക്കും വിധേയത്വത്തിനും മുകളിൽ നിങ്ങൾ പാശ്ചാത്യർ ആത്മവിശ്വാസത്തോടെ അധികാരമുറപ്പിച്ചു. ഇവിടുത്തെ നാട്ടറിവുകളെ കൊളോണിയൽ ഉൽപ്പന്നം എന്ന പേരിൽ നിങ്ങൾ കണ്ടെടുത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. European culture gained in strength and identity by setting itself off against the Orient as a sort of surrogate and even underground self. കിഴക്കിൻ്റെ പകരക്കാരനായോ അതിൻ്റെ ആത്മമായോ തന്നെ തന്നെ നിർവചിച്ചുകൊണ്ടാണ് യൂറോപ്യൻ സംസ്കാരം അതിൻ്റെ അധീശത്വവും സ്വത്വവും ഉറപ്പിച്ചെടുത്തത്. എഡ്വേർഡ് സെയ്ദ്, ഓറിയന്റലിസം പുറം 3 വായിച്ചു നോക്കണം മിസ്റ്റർ ഹെർമൻ. ഇതെന്താണ് പ്രൊഫസർ? നിറയെ കുത്തിവരകളാണല്ലോ. ഇല്ലുസ്ട്രേഷനുമല്ല, എച്ചിക്കുമല്ല, കാർവിംഗുമല്ല. പിന്നെ ഇതെന്താ? That's a piece of art. ഇതാണോ ആർട്ട്? നിങ്ങൾക്ക് പരിചയിച്ച രീതിയിൽ മാത്രമേ നിങ്ങൾ അതിനെ നോക്കൂ. നിങ്ങൾക്കറിയാത്ത പലതും ഇവിടെയുണ്ട് മിസ്റ്റർ ഹെർമൻ. ഇത് എൻ്റെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ എനിക്ക് സമ്മാനിച്ചതാണ്. അവന് ഗവേഷണ ബിരുദം ലഭിച്ചത്. ഇതെന്താ ഇമേജുകൾക്ക് നടുവിൽ മറ്റൊരു ഇമേജ്? ഒരു കൈയൊടിഞ്ഞ പുണ്യാളൻ. കൈയൊടിഞ്ഞ പുണ്യാളൻ? നോൺസെൻസ്. ഇത് കരുമാടിക്കുട്ടനാണ് ഹെർമൻ, കരുമാടിക്കുട്ടൻ. ബുദ്ധനെ കരുമാടിക്കുട്ടനാക്കുന്ന ലാവണ്യ വിദ്യ കിഴക്കിൻ്റെത്. അത് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പൊ എങ്ങനെയാ? വലിയ പടിഞ്ഞാറോട്ട് വിടുമല്ലയോ? നടക്കാം പ്രൊഫസർ, നടന്നുകൊണ്ടേയിരിക്കാം. പക്ഷേ കിഴക്കൂന്ന് ചിലതെല്ലാം കെട്ടി വലിച്ചുകൊണ്ടായിരിക്കും. കിഴക്കൂന്ന് കുറെ അധികം കെട്ടി വലിച്ചുകൊണ്ട് പോയതല്ലേ, ഇനി മതി. ബെഞ്ചമിൻ, ജോൺ, പെട്ടെന്ന് വാ. ബെഞ്ചമിൻ, ജോൺ, വരാൻ. ഇരിക്ക്.
പ്രളയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു പള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പുക്കിതു പല ജനമപ്പോ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊന്നന്മാർ ചിലരവിടെയൊളിച്ചു കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവുമങ്ങു തുടങ്ങി. ഇത് സ്കറിയ സക്കറിയെ കണ്ട സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ? യാഥാർത്ഥ്യം സ്വപ്നമായും സ്വപ്നം യാഥാർത്ഥ്യമായും വന്നേക്കാം. ഈ തിരിച്ചറിവാകുന്നു കലയുടെ രഹസ്യം. നന്ദി, നമസ്കാരം.